എനിക്കും കിട്ടി. എന്താണെന്നല്ലേ, ഒരു മൊബൈല്. പക്ഷേ അതെന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലാ. എനിക്കൊരു ഉത്തരം വേണം. അത് നിങ്ങളുടെ കയ്യിലാ. മോളുടെ ഡാൻസും പാട്ടൊക്കെ ഞാൻ കാണാറുണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് ഉറപ്പാ മോള് ഉയരങ്ങളിലെത്തും. பொழுது உன் பாதம் பொழுது ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അനുഭവിച്ചിരുന്ന ആളുകൾ അഭിനന്ദനങ്ങളും ആശംസകളും കൊണ്ട് മൂടിയ സുവർണ നിമിഷങ്ങൾ. പക്ഷേ ആ സന്തോഷങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് എനിക്കെതിരെ ആദ്യ കമന്റ് വന്നു. ഇത്ര ചെറുപ്പത്തിൽ ഇതൊക്കെ വേണോടി മോളെ? നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? അവളുടെ ഒരു അഴിഞ്ഞാട്ടം. മുന്നേ ആരാൻ പോണേ തീയാട്ടാൻ കോമരം പിമ്പേ ഞാനേ തന്നെ കണ്ടാരങ്കാവേ ചേരുന്നേ കണ്ണീരിക്കൊണ്ടേ കൊള്ളും മുന്നേ ദിവസേന അത്തരം പ്രതികരണങ്ങളുടെ തോത് കൂടിക്കൂടി വന്നു. മുന്നോട്ട് പോകാനുള്ള എന്റെ മനോധൈര്യത്തെ അവ വലിഞ്ഞു മുറുക്കി. താങ്ങും തണലുമായി കൂടെ നിന്ന് എന്റെ കുടുംബത്തെ ഒന്നാകെ അവ മൃഗീയമായി വിഴുങ്ങാൻ തുടങ്ങി. നിങ്ങളൊന്ന് പറഞ്ഞതാ, അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്?
നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. കൗബീനമറിഞ്ഞിട്ട് എന്നെ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറിയപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഞാൻ ജീവിക്കണോ അതോ മരിക്കണോ? അല്ലെങ്കിലും ഞാനിതിന് മരിക്കണം. ചോർന്നുപോയ ശക്തി വീണ്ടെടുത്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യമുള്ളപ്പോൾ നിങ്ങൾ എനിക്കെതിരെ തൊടുക്കുന്ന ശരവർഷങ്ങളെ ഞാൻ എന്തിനു ഭയക്കണം? ഞാൻ തോറ്റു കൊടുക്കില്ല. സൈബർ ബുള്ളിംഗ് നേരിടുന്നവർക്ക് പുതുജീവൻ നൽകാൻ, പുറകെ വരുന്ന 1000 പേർക്ക് മനോധൈര്യം പകരാൻ, നിങ്ങൾ തൊടുക്കുന്ന അമ്പുകളെ വകഞ്ഞു മാറ്റി എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഞാൻ ജീവിക്കും. ഇതെന്റെ വാക്കാണ്. जो उठेगा धड़ से कटेगा, कहाँ पे छिपेगा, कहाँ पे बचेगा, गिरेगा गिरा तो चिरेगा, छिपा तो मिलेगा, मिला तो मारेगा। पूरे जोर पर चला है, किस्मत पर जो लड़ा है, कौन रह सका खड़ा है, सबसे अटल सबसे प्रबल शस्त्र रचित रक्त चरित्र। नाच सारी रात